വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡിവിഷനിൽ പ്രവർത്തിച്ചിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ബയോ മൈനിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. 13,310 ടൺ മാലിന്യം ഇതിനകം സംസ്കരിച്ചു കഴിഞ്ഞു. 968 ടൺ സംസ്കരിച്ച മാലിന്യങ്ങൾ 36 ലോഡുകളിലായി ഇതിനോടകം കയറ്റി അയച്ചു കഴിഞ്ഞു. വേർതിരിച്ച പ്ലാസ്റ്റിക് ഡാൽമിയ സിമന്റ് കമ്പനിക്കും മറ്റു മാലിന്യങ്ങൾ ജൈവവള ഉപയോഗത്തിനുമായിട്ടാണ് കയറ്റി അയച്ചിട്ടുള്ളത്. ഈ മാസം 31 വരെയായിരുന്നു മാലിന്യ സംസ്കരണത്തിനുള്ള അവസാന തീയതി. 500 ടൺ സംസ്കരിച്ച മാലിന്യങ്ങൾ കയറ്റി അയക്കാനായി ബാക്കിയുണ്ട്. 40 വർഷമായി കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിക്ഷേപിച്ചിരുന്ന നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മാലിന്യം സംസ്കരിക്കുന്ന പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്ത ഭൂമി ഫെബ്രുവരി 2ാം വാരത്തിൽ നഗരസഭയ്ക്ക് തിരിച്ചു നൽകണമെന്ന് പ്രവൃത്തിയുടെ നടത്തിപ്പുകാരനായ SMS കമ്പനി ജില്ലാ കോർഡിനേറ്റർ അരുൺ പറഞ്ഞു. മുൻപോട്ട് വരുമ്പോൾ ഒരു മാലിന്യ കൂന തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മാലിന്യക്കൂന നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു 3-3.5 മീറ്റർ ആഴത്തിൽ മാത്രമാണ് മാലിന്യം ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ആദ്യം ഫീൽഡ് സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പലയിടങ്ങളിലും 7 മീറ്ററും 6.5 മീറ്ററും ആഴത്തിൽ വരെ മാലിന്യം ഉണ്ടായിരുന്നു. ഈ മാലിന്യം പൂർണ്ണമായിട്ട് നമ്മൾ കുഴിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് അത് നമ്മൾ അതിൽ നിന്ന് ലഭിക്കുന്ന RDF, അതായത് റിഫ്യൂസ്ഡ് ഡിറൈവ്ഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെ. ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ ഡാൽമിയപുരത്തുള്ള ഡാൽമിയ പ്ലാന്റിലേക്ക് കയറ്റി അയക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 7.5 മീറ്ററും 6 മീറ്ററും ഒക്കെ ആഴത്തിലുണ്ടായിരുന്ന എല്ലാ മാലിന്യവും നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തു, കുഴിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു 500 ടൺ പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് ഇവിടുന്ന് സിമെൻറ്റ് ഫാക്ടറീസിലേക്ക് കയറ്റി അയക്കാനുണ്ട്. അതിനുശേഷം നമ്മളിത് ബാക്ക് ഫില്ല് ചെയ്ത് പണ്ടെന്ന് വെച്ചാൽ 19 വർഷം മുൻപ് ഈ സൈറ്റ് എങ്ങനെയായിരുന്നു ആ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ ഈ സൈറ്റ് കൊണ്ടുവരും, റീക്ലെയിം ചെയ്യും, ULBക്ക് നമ്മൾ കൈമാറും. ULBക്ക് തൊട്ട് മുൻപ് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞ പോലെയുള്ള ULBക്ക് പൊതു കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. സംസ്കരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച കുമ്പളങ്ങാട് മാലിന്യ പ്ലാന്റ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കുമ്പളങ്ങാട് പ്രദേശത്ത് 40ഓളം വർഷമായി വലിയ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥിതി 40 വർഷം മുന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ പ്രദേശവാസികൾക്കെല്ലാം തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കുട്ടികൾക്കുമൊക്കെ തന്നെ വെള്ളം എല്ലാം മലിനമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ 2015 വന്ന സമയത്ത് ആ വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായ കാലം മുതൽ ഈ മാലിന്യ യാർഡ് എങ്ങനെ വൃത്തിയുള്ളതാക്കണം, എങ്ങനെ ഈ പരിസരം ശുചീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയായിരുന്നു ആ നഗരസഭയുടെ പ്രവൃത്തി. ആദ്യമായി തന്നെ ആ പദ്ധതികളോട്, ആ പ്രൊജക്റ്റിനോടൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ 10 വർഷക്കാലം കൊണ്ട് ഇവിടെ 45 വർഷമായിട്ടുള്ള ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 13,310 ടൺ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ബയോ മൈനിങ്ങിലൂടെ ഇവിടെ നീക്കം ചെയ്യാൻ സാധിച്ചു. ആ നീക്കം ചെയ്യൽ പ്രക്രിയ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ആ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് അയക്കുന്ന സിമൻറ്റ് ഫാക്ടറിയിലേക്ക് അയക്കുന്ന ഒരു പ്രോസസ്സിങ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതിനോടനുബന്ധിച്ച് നഗരസഭയുടെയും പദ്ധതിയുടെയും പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാഗമായി തന്നെയാണ്. ആ പരിപാടിയുടെ അവസാന പ്രൊജക്റ്റ് സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഞങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ആരംഭിച്ച ബയോ മൈനിങ്ങിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഏകദേശം ഇവിടെ 13,310 ടൺ മാലിന്യങ്ങൾ ഇപ്പോൾ നമുക്ക് ശേഖരിക്കാനും കയറ്റി അയക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് ചെയർപേഴ്സൺ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഘട്ടത്തിലാണ് നഗരസഭ KSWMPയുടെ പദ്ധതിയുടെ ഭാഗമായി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി ബയോമൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും തീരുമാനിച്ചു.
പല ആളുകളും ഈ ബയോമൈനിങ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പല അവശിഷ്ടങ്ങളും ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഏകദേശം 10-35-40 വർഷം പഴക്കമുള്ള മാലിന്യങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ ട്രഞ്ച് നോക്കിയപ്പോൾ ഏകദേശം 7 മീറ്റർ താഴ്ചയിൽ ഇപ്പോഴും കിടക്കുകയാണ്. 7 മീറ്റർ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടാണ് പഴയ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ മാലിന്യങ്ങൾ സിമൻറ്റ് കമ്പനിയായിട്ടുള്ള ഡാൽമിയയ്ക്കാണ് അവരാണ് കൊണ്ടുപോകുന്നത്. അവിടെ സിമൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഈ KSWMPയുടെ മറ്റേ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, അവരാണ് ഇതിൻ്റെ പ്ലാനിങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലത്താണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ സ്ഥലത്ത് നിന്ന് വലിച്ചെടുത്ത് അത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നല്ല വെള്ളം ലഭിക്കാനും നല്ല മണ്ണുണ്ടാവാനും നല്ല വായു ഉണ്ടാകാനും കഴിയാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പോൾ ഇതുവരെ ഏകദേശം 6 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ പ്രവർത്തനം അടുത്ത ഫെബ്രുവരി മാസം, അടുത്ത മാസത്തോടു കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ലാലൂര് IM വിജയൻ്റെ പേരിലൊക്കെ തന്നെ വലിയ സ്റ്റേഡിയം, അത് ഇതിനേക്കാൾ കൂടുതലുള്ള മാലിന്യമുള്ള സ്ഥലമായിരുന്നു എന്നാണ് പറയണത്. ബ്രഹ്മപുരത്തെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും യോജിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പൊതുയിടമായി നമ്മുടെ മാലിന്യയാടിനെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭ്യമാക്കാൻ കഴിയാവുന്നൊരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായിരുന്നാലും ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ അകമഴിഞ്ഞ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ KSWMPയുടെ ജില്ലാ കോർഡിനേറ്റർ അരുണുണ്ട്, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരും കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇതിൻ്റെ മുൻകൈ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരെല്ലാവരെയും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുക. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ, വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സജീഷ് എന്നിവർ സന്ദർശിച്ചു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.